ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കൂടെ സന്തോഷത്തോടെ ഈ മുറിയിൽ ഇരിക്കേണ്ടവള് എന്നെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു. ആരെ കാരണം? നീ പറ, ഞാനാണോ? പൊന്നാങ്ങളെ അമ്മയും പോയി സ്വീകരിച്ചാട്ടെ. ചെല്ല്. കുഞ്ഞിനിങ്ങിതാ വാ മോളെ. മോളിപ്പൊന്നും പറയണ്ട. തൽക്കാലം അകത്തുനിന്ന് റെസ്റ്റ് എടുക്ക്. മോളെ, ഇത് നിനക്കൂടെ അവകാശപ്പെട്ട വീടാ. അവിടെ നടന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അല്പസമാധാനത്തിന് വേണ്ടിയാ അവൾ ഇങ്ങോട്ട് വന്നത്. അതിനെ നീ ഇല്ലാതാക്കല്ലേ മീരെ. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. വാ വാ. അച്ചു, നീ ഇരിക്കേ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഞാൻ മോളെ കിടത്തിട്ട് വരാം. അച്ചു, നീ ഇരിക്കേ. നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു വാടക വീട്ടിലേക്ക് മാറണമെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ചത്? അതായിരുന്നു ഇതിനേക്കാളും നല്ലത്. ഗർഭിണിയായ ഈ അവസ്ഥയിൽ എന്റെ മോളെ കൊണ്ട് എനിക്കതിന് സാധിക്കില്ല. തൽക്കാലത്തേക്ക് കുറച്ചുനാൾ മീരെടുത്ത് എന്നെ സഹിച്ചേ പറ്റൂ. അവളെന്തിനാ സഹിക്കുന്നത്? ഇത് നിന്റെയും കൂടെ വീടല്ലേ? ഞാൻ വന്നു കയറിയവളല്ലേ. എനിക്കിതിൽ ഒരു അഭിപ്രായവും പറയാനില്ല. അല്ലെങ്കിലും പൊന്നൊരുക്കുന്നിടത്ത് പൂജയ്ക്ക് എന്താ കാര്യം? പൂച്ചയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പോയി അച്ഛനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുണ്ടോ? ചെല്ലടി, പറഞ്ഞു കേട്ടില്ലേ? അവിടെ നടന്നതല്ലേ ഞാൻ വിശദമായിട്ട് പറയാം. നീ ഇങ്ങ് വന്നല്ലോ, ഇനി അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഗർഭിണിയായ മകളെ സാധാരണ 7-ാം മാസത്തിലാണ് വിളിച്ചോണ്ട് വരുന്നത്. ഇതിപ്പോ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ കരുതുന്നുള്ളൂ. അതൊരു കണക്കിന് നന്നായി. നെല്ലിശ്ശേരിയിൽ നിന്നിരുന്നെങ്കിൽ നിന്റെ മാനസിക നില ആകെ തെറ്റിപ്പോയനെ. ഇനി നിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം.
ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് എന്താ കാര്യം? ഏട്ട എഴുന്നേറ്റ് വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേറെ എങ്ങോട്ടും അല്ലല്ലോ, ഏട്ടത്തെ വൃന്ദാവനത്തിലേക്കല്ലേ പോയത്? ആ അതെ, അവള് വൃന്ദാവനത്തിലേക്ക് തന്നെയാ പോയത്. എന്തിനാ പോയത്? എങ്ങനെയാ പോയത്? ഈ വീടും എന്നെയല്ല ഉപേക്ഷിച്ചിട്ട്. നിനക്കറിയാലോ അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന്. ഞാനവളെ കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ വരെ തീരുമാനിച്ചതാ. പക്ഷെ അവിടുന്ന് വിധി ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. ഒരുമിച്ച് ഇത്ര നാൾ ഞങ്ങൾ ജീവിച്ചു. ഇപ്പോ എന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട്. ഇവിടെ എന്റെ കൂടെ സന്തോഷത്തോടെ ഈ മുറിയിൽ ഇരിക്കേണ്ടവള് എന്നെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു. ആരാ കാരണം? നീ പറ, ഞാനാണോ? ഏട്ടാ, പറ, എന്റെ കുഴപ്പം കൊണ്ടാണോ അവള് പോയത്? ഗർഭിണിയായ ഒരു പെണ്ണിനെ മാനസികമായി പീഡിപ്പിക്കാവുന്നതിന് പരമാവധി അവളെ വിട്ടിട്ട് പീഡിപ്പിച്ചു. എന്റെ അച്ഛനും അതിന് കൂട്ടുനിന്നു. എടാ, അവളെന്റെ ജീവനാടാ. അവളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എടാ സന്ദീപേ, എനിക്കറിയില്ലടാ. എന്നെ ഉപേക്ഷിച്ച് അവൾ ഇവിടുന്ന് ഇറങ്ങി പോണമെങ്കിൽ അവളുടെ മനസ്സ് അത്രയ്ക്ക് നൊന്നിട്ടുണ്ടാവില്ലേ? അവളില്ലാതെ ഞാനിവിടെ വയറ് നിറച്ച് ആഹാരം കഴിച്ച് സന്തോഷിച്ചിരിക്കണം അല്ലേ? ഏട്ടാ, അത് ഏട്ടെങ്കിലും ടെൻഷൻ ആവല്ലേ? എല്ലാം ശരിയാവും. എന്ത് ശരിയാവാൻ? ഒന്നും ശരിയാവാൻ പോകുന്നില്ല. എടാ, നമ്മുടെ വീടിന്റെ താളം തെറ്റിപ്പോയടാ. ഈ വീടിന്റെ ഐശ്വര്യം പടിയിറങ്ങിപ്പോയി.